തൻ്റെ ഒരു കാളവണ്ടിയുമായി ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ അത് ഒരു ചെളിക്കകത്ത് വീണു. അപ്പോൾ ആ വഴി വന്ന ഒരു ഭടൻ ഈ പ്രായമായ മനുഷ്യനോട് പറഞ്ഞു, അങ്ങയുടെ വണ്ടി ഞാൻ തള്ളി കയറ്റിത്തരാം. അപ്പൊ ഈ വൃദ്ധൻ പറഞ്ഞു, ഈ വൃദ്ധൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് വേഷം മാറി വന്നതാ. വൃദ്ധൻ പറഞ്ഞു, എത്രയോ ആളുകൾ ഇതിലെ പോയി, ഞാൻ പലരോടും സഹായം അഭ്യർത്ഥിച്ചു, ആരും എന്നെ സഹായിച്ചില്ല. എന്നാൽ താങ്കൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ സഹായിക്കട്ടെ. താങ്കളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ടയർ ഈ ചെളിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുമോ? ഇദ്ദേഹം കുറേ നേരം ഈ ചെളിയിൽ നിന്ന് ഈ ടയർ പൊക്കാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ഈ വൃദ്ധൻ ചോദിച്ചു, സ്നേഹിത, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമല്ല. ഈ ടയർ ചെളിക്കകത്ത് കൊണ്ടുപോയി ഈ ടയർ ഉന്തിക്കയറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിച്ചു, എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒന്ന്, ഈ വണ്ടി ചെളിക്കകത്തുനിന്ന് കയറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ വണ്ടി ഈ ചെളിക്കകത്തുനിന്ന് കയറി മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്ന്, എനിക്കിത് തള്ളിക്കയറ്റാൻ ശക്തിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. ഇതാണ് മൂന്ന് കാര്യം. എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്കിത് കഴിയുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ഒരു ചിന്തയുണ്ട്, എന്നെ കൊണ്ട് ഇത് കഴിയും. അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് എന്ത് ചെയ്യണം, ഈ ചെളിക്കകത്തുനിന്ന് കയറി പോകണം. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരം മാത്രമല്ല അധ്വാനിക്കുന്നത്, നമ്മുടെ മനസ്സ് അധ്വാനിക്കുന്നു, നമ്മുടെ ചിന്തകൾ വർക്ക് ചെയ്യുന്നു.